ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെയാണ്. പേപ്പർ 2-നകത്തേത് കേരള എക്കണോമിക് അകത്തെ കണ്ടന്റ്സ് ആണ്. ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. പക്ഷെ 15 മാർക്ക് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് പോലെയൊക്കെയുള്ള ഡേറ്റാസ് ആണ് ഇതിനകത്ത് കൂടുതലായിട്ടും പഠിക്കാൻ ഉള്ളത്. അത്യാവശ്യം KS സിലബസിൽ കയറി അത്രയും ലെവലിൽ തന്നെ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിസ്സാരമായിട്ട് പരീക്ഷയെ കാണരുത്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ കുറച്ച് ഡേറ്റാസ് ആണ് പഠിക്കാൻ പോകുന്നത്. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകള് ഇന്ത്യയിൽ നമുക്ക് എത്ര എണ്ണം പറയുന്നുണ്ട്? ഹിമാലയം, പശ്ചിമഘട്ടം, ഇന്ത്യൻ ബർമയുടെ വടക്ക് കിഴക്കൻ ഭാഗം, നിക്കോബാർ ദ്വീപുകൾ, ഇങ്ങനെ 4 ഹോട്ട്സ്പോട്ടുകൾ ആണ് നമ്മൾക്ക് പറയുന്നത് അല്ലെ. ഇനി കേരളം എടുക്കുമ്പോൾ ഇത് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ കേരള എക്കണോമി പഠിക്കുന്നത് കേട്ടോ. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. അടുത്ത വർഷമേ ഇനി ഡേറ്റാസ് ഒക്കെ ചേഞ്ച് ആവത്തുള്ളൂ. ഇനി പശ്ചിമഘട്ട മേഖല മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സംഭവം. ഓക്കെ. ഇനി രണ്ടാമത്തത് കാർഷികം എന്ന് പറയുന്ന ഒരു പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പം ഇന്ത്യയുടെ കണക്കനുസരിച്ച് എത്ര കാർഷിക ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ അവൈലബിൾ ആണ്? 22 ഉണ്ട്. കാർഷിക ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ 22. മലബാർ മേഖലയിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേണം പറയാൻ വേണ്ടിയിട്ട്? സോറി, മലബാർ മേഖലയിൽ ടോട്ടലി നമുക്ക് വരുന്നത് ഒരെണ്ണമാണ്. മലബാർ മേഖല 1. അതായത് കേരളത്തിലെ കാർഷിക ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയണം? മലബാർ മേഖല എന്ന് പറയണം. ക്ലിയർ? ഇനി പ്രകൃതി ലോക പൈതൃക സ്ഥലം പശ്ചിമഘട്ടം എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയില് 7 പശ്ചിമഘട്ടം ഉൾപ്പെടെ 39 സീരിയൽ സൈറ്റുകൾ 19 സീരിയൽ സൈറ്റുകൾ കേരളത്തിൽ വരുന്നുണ്ട്. അഗസ്ത്യമല, പെരിയാർ, ആനമല, നീലഗിരി, തലക്കാവേരി സബ് ക്ലസ്റ്ററുകൾ. ജസ്റ്റ് അവിടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമുക്ക് അറിയത്തില്ല. ലോക പൈതൃക സ്ഥലം പശ്ചിമഘട്ടത്തില് ഇന്ത്യയിലെ 7 പശ്ചിമഘട്ടത്തിൽ ടോട്ടൽ 39 സീരിയൽ സൈറ്റുകൾ ഇന്ത്യ ഓൾ ഓവർ വരുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ 39. കേരളം എടുക്കുമ്പോൾ എത്ര എണ്ണം വരുന്നുണ്ട്? 19 സീരിയൽ സൈറ്റുകളാണ് വരുന്നത്. പ്രകൃതി ലോക പൈതൃക സ്ഥലം പശ്ചിമഘട്ടം റിലേറ്റ് ചെയ്ത ആ ഒരു ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശത്തിനകത്ത് വരുന്ന കാറ്റഗറി. അടുത്തത് പ്രാദേശിക കേന്ദ്രങ്ങൾ. ഇന്ത്യയിൽ 3 മെഗാ സെന്ററുകൾ ഉണ്ട്. ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രാദേശിക കേന്ദ്രമാണ് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം, പശ്ചിമ ഹിമാലയം. അതായത് നമുക്ക് എങ്ങനെയാണോ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയുന്നത് നോർമൽ ജനറൽ എക്സാമിന് ചോദിക്കുന്നത്, ലൈക്ക് വൈസ് നമ്മൾക്ക് ഇവിടെ എന്ത് ചോദിക്കുകയാണ്? പ്രാദേശിക കേന്ദ്രങ്ങൾ ഇന്ത്യയില് എത്ര മെഗാ സെന്ററുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പറയണം? 3 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. കേരളത്തിൽ എന്ന് ചോദിക്കുമ്പോഴും എത്രയാണ്? 3 ആ കാര്യങ്ങൾ പുതിയ വിവരങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. ഒന്നുകൂടെ ഞാൻ പറയാം. പ്രകൃതി ലോക പൈതൃക സ്ഥലം, അതായത് പശ്ചിമഘട്ടത്തില് ഇന്ത്യയിൽ നിന്ന് എത്ര സീരിയൽ സൈറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? 39. അതായത് പശ്ചിമഘട്ടം വ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ, കുറെ സംസ്ഥാനങ്ങളിലുണ്ടല്ലോ. അപ്പം നമ്മുടെ കേരളത്തിൽ എടുക്കുമ്പോൾ എത്ര സീരിയൽ സൈറ്റുകളിലായിട്ടാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19 സീരിയൽ സൈറ്റുകൾ എന്ന കാര്യം ഓർത്തു വെച്ചാൽ മതി. ഇന്ത്യയിൽ എടുക്കുമ്പോൾ പശ്ചിമഘട്ടത്തില് ലോക പൈതൃക സ്ഥലമായിട്ട് വരുന്നത് എവിടെയാണ്? 39 വരുന്നുണ്ട്. 39 ആൻഡ് 19. ഇനി പ്രാദേശിക കേന്ദ്രങ്ങൾക്കകത്ത് ഇന്ത്യക്കകത്ത് ജൈവ വൈവിധ്യമായിരുന്ന പ്രദേശങ്ങൾ കിഴക്കൻ ഹിമാലയവും പടിഞ്ഞാറൻ ഹിമാലയവുമാണ് വരുന്നത്. കിഴക്കൻ ഹിമാലയവും പടിഞ്ഞാറൻ ഹിമാലയവും വരുന്നുണ്ട്. കൂടാതെ പശ്ചിമഘട്ടവും വരുന്നുണ്ട്. ഇനി കേരളത്തിലെ കാര്യം എടുക്കുമ്പോൾ സൈലന്റ് വാലി, അഗസ്ത്യമല, ആനമല ഹൈറേഞ്ചുകൾ എന്നിവയാണ് വരുന്നത്. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
പാലക്കാട്. അപ്പം ഇവിടെ നമുക്ക് അഗസ്ത്യമല, ആനമല ഹൈ റേഞ്ചുകള്, സൈലന്റ് വാലി, വയനാട്, അത് ഹൈഫൺ ഇട്ടിട്ട് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് എന്താണ് 3 സൈറ്റ് ആയിട്ടാണ് ടോട്ടലി പ്രാദേശിക കേന്ദ്രങ്ങൾക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആഗോള പ്രാധാന്യമുള്ള പൈതൃക സംവിധാനങ്ങൾ 10 എണ്ണമാണ്. യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ റിസർവിൽ വരുന്നതും 10 എണ്ണമാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. ഇനിയും യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ റിസർവില് കേരളത്തിൽ നിന്ന് എത്ര എണ്ണം വന്നിട്ടുണ്ട്? ഒരെണ്ണം മാത്രമാണ്. ആ 2024 ഏപ്രിലിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. ഇനി സമുദ്രനിരപ്പിന് താഴെയുള്ള കുട്ടനാട് കൃഷിയാണ് കാർഷിക പൈതൃകമുള്ള കാര്യം കേരളത്തിൽ വരുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഇവിടെ നമ്മൾക്ക് 2 കമ്പാരിസൺ ആണ് വരുന്നത്. ഇന്ത്യയും കേരളവും തമ്മിലുള്ള കാര്യത്തിനകത്ത് യുനെസ്കോ റിലേറ്റ് ചെയ്ത് ലോക ബയോസ്ഫിയർ റിസർവ് ശൃംഖലയില് 10 എണ്ണമാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനെയാണ് യുനെസ്കോ ലോക ബയോസ്ഫിയർ റിസർവ് ശൃംഖലയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2 ഡേറ്റാസും സെയിം ഡേറ്റാസ് ആയിട്ടാണ് നമ്പേഴ്സ് പറയുന്നത്. കാർഷിക പൈതൃക സംവിധാനങ്ങൾ ഇന്ത്യയിൽ 10, കേരളത്തിൽ 1. ഡിഫറൻസ് മനസ്സിലായത്? കാർഷിക പൈതൃകം. ഇനി കാർഷിക തരത്തിലുള്ള ജൈവ വൈവിധ്യ സ്പോട്ടുകൾ എത്ര ഉണ്ട്? 22 എണ്ണം ഉണ്ട് ഇന്ത്യയിൽ. കേരളത്തിൽ 1 എണ്ണമേ ഉള്ളൂ, മലബാർ മേഖല. ഞാൻ ഈ ഡേറ്റാസ് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ 4. അത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ഹിമാലയം, പശ്ചിമഘട്ടം, ഇൻഡോ ബർമയുടെ വടക്ക് കിഴക്കൻ ഭാഗം, നിക്കോബാർ ദ്വീപുകൾ. അത്രയുമാണ് 4 എണ്ണം ഇന്ത്യ റിലേറ്റ് ചെയ്ത്. ഇനി കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പശ്ചിമഘട്ട മേഖലയെല്ലാം ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ആണ്. കാര്യം അവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്താണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആവാസ മേഖലയും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി കാർഷിക ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് എത്ര ഉണ്ട്? 22. കേരളത്തില് മലബാർ മേഖല. ഈ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് കണ്ടിട്ട് പശ്ചിമഘട്ടം എന്ന് എഴുതാൻ പോവരുത്, അത് മലബാർ മേഖല. മനസ്സിലായോ? ഇനി കാർഷിക ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഇന്ത്യയിലെ എണ്ണം 4 അല്ല 22 എണ്ണമാണ്. ക്വസ്റ്റ്യന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ആഗോള പ്രാധാന്യമുള്ള കാർഷിക പൈതൃക സംവിധാനങ്ങളുടെ ചോദിച്ചാലും യുനെസ്കോയുടെ ലോക ബയോസ്ഫിയർ റിസർവ് ശൃംഖലയുടെ കണ്ടന്റ് അനുസരിച്ചാലും അക്കോർഡിംഗ് ടു സൈറ്റ് ഇത്രയുമാണ് കാണിക്കുന്നത്. ഓക്കെ. ഇനി പ്രാദേശിക കേന്ദ്രങ്ങൾക്കകത്ത് 3 മെഗാ സെന്ററുകൾ വരുന്നുണ്ട് ഇന്ത്യയിൽ. അത് കിഴക്കൻ ഹിമാലയവും പടിഞ്ഞാറൻ ഹിമാലയവും പശ്ചിമഘട്ടവും ആണ്. ഇനിയും കേരളം വരുമ്പോൾ അഗസ്ത്യമല, ആനമല ഹൈ റേഞ്ചുകള്, സൈലന്റ് വാലി, വയനാട്, അത്രയും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 39 സീരിയൽ സൈറ്റുകള് ഇന്ത്യ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ 19 സീരിയൽ സൈറ്റുകളാണ് കേരളം റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ അത്രയും ഡേറ്റാസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇപ്പുറത്തോട്ടൊന്ന് നോക്കാം. അതായത് ഇക്കോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് പറയുമ്പോൾ ആൻസർ എത്ര പറയണം? ബയോളജിക്കൽ ഹോട്ട്സ്പോട്ട് പറയുമ്പോൾ ടോട്ടൽ 4 ഇന്ത്യ. കേരളം റിലേറ്റ് ചെയ്യുമ്പോൾ പശ്ചിമഘട്ടം. ഇപ്പുറത്ത് പറയുമ്പോൾ കാർഷികം പറയുമ്പോൾ എത്ര പറയണം? 22 ഹോട്ട്സ്പോട്ടുകൾ. മറ്റേത് മലബാർ മേഖല. ഇനി നമ്മൾക്ക് ആഗോളതലത്തിലുള്ള കാർഷികത്തിന്റെ ചോദിച്ചാലും യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ബയോസ്ഫിയർ റിസർവ് ചോദിച്ചാലും ഇന്ത്യ റിലേറ്റ് ചെയ്ത് 10ഉം, ഇത് കാർഷികമാണ് എങ്കിൽ നമ്മൾ കുട്ടനാട് പ്രദേശവും ആണ്. ഇത് പറയുന്ന സമയത്ത് അഗസ്ത്യമലയും ഓർത്തു വെച്ചിരിക്കണം. ക്ലിയർ? ബേസിക്കലി ഇത്രയും കാര്യമെങ്കിലും പഠിച്ചു വെച്ചിരിക്കുക, അത്രയും കണ്ടന്റിനകത്തുനിന്ന്. ക്ലിയർ? കുന്നുപോലെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ചരിത്രവും ലോക ചരിത്രവും പഠിക്കുന്നത് പോലെയാണ് കേരള എക്കണോമിക്സ് ഇങ്ങനെ വിശാലമായി നിങ്ങളുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഈ കേരള എക്കണോമിയും കേരള ഡെവലപ്മെന്റ് മോഡലും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു ഏകദേശം 6 മാസം ഒന്ന് നീട്ടി കിട്ടാം. അത്രയും ഡീപ് ലെവൽ കണ്ടന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, അടുത്ത ഒരു ചെറിയ ഒരു പ്രൊജക്ട്. നിങ്ങൾക്ക് ഒരു മരുഭൂമിയിലേക്ക് ഒരു മഴ വരുന്നത് പോലെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് PDF നോക്കണം, എന്നാലേ മറന്നു പോവാതെ ഇരിക്കത്തുള്ളൂ.
ഓക്കെ, റീബിൽഡ് കേരള പദ്ധതി, ഇത് പരീക്ഷയ്ക്ക് വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റീബിൽഡ് കേരള പദ്ധതി, അതായത് മണിക്കൂറിൽ 1000 ബ്രോയിലറുകളെ സംസ്കരിക്കാൻ കഴിവുള്ള അത്യാധുനിക ബ്രോയിലർ പ്രോസസിംഗ് പ്ലാന്റും പെറ്റ് ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റും കൊല്ലം ജില്ലയിലെ കോട്ടുക്കലിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. അപ്പൊ റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിലാണ് അത്യാധുനിക ബോയിലർ പ്രോസസിംഗ് പ്ലാന്റ് നിലവിൽ വന്നത്. ഓക്കെ, അത്യാധുനിക ബ്രോയിലർ പ്രോസസിംഗ് പ്ലാന്റ് ഏതേ സമയത്താണ്? മണിക്കൂറിൽ 1000 ബ്രോയിലറുകളെ സംസ്കരിക്കാൻ കഴിവുള്ള അത്യാധുനിക ബ്രോയിലർ പ്രോസസിംഗ് പ്ലാന്റും പെറ്റ് ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റും എവിടെയാണ് പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്? ജില്ല ചോദിക്കുമ്പോൾ കൊല്ലം ജില്ലയും, സ്ഥലം ചോദിക്കുമ്പോൾ കോട്ടുക്കലും പഠിച്ചു വെക്കണം. ഏത് പദ്ധതിയുടെ അണ്ടറിലാണ് വരുന്നത് പറഞ്ഞേ? റീബിൽഡ് കേരള പദ്ധതിയുടെ അണ്ടറിലാണ് വരുന്നത്. മനസ്സിലായോ? റീബിൽഡ് കേരള പദ്ധതി. ഓക്കെ, ഇനി ഈ ഒപ്പം എന്നിട്ടുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് PSC ചോദിച്ചോണ്ടേയിരിക്കുന്നത്. ഒരു അന്തവും ഇതൊന്നും ഇല്ല. ഓരോ ചോദ്യ പേപ്പറുകളും നല്ല രസമാണ്. നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിലൂടെ, പ്രചാരണങ്ങളിലൂടെയും സുസ്ഥിരമായ ഉപജീവന പിന്തുണ നൽകുന്നതിലൂടെയും ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ, ഇപ്പൊ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്കീം? ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ സംരംഭക സംസ്കാരം വളർത്താനും വയനാട്ടിലെ ഗോത്രവർഗ സമൂഹത്തിന്റെ സാമൂഹികവും സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ പദ്ധതിയാണ് ഒപ്പം എന്ന് പറഞ്ഞത്. അപ്പം കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് ഇത്. ST ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ST വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ എന്ത് സംസ്കാരം, സംരംഭകത്വം എന്ന് പറയുന്ന ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഉപജീവനം ലഭ്യമാക്കുക. അപ്പൊ നിങ്ങൾ നോട്ടോടെ ചെറുതായിട്ട് ക്ലാസ്സിലെ നോട്ടോട് എഴുതണം, ഷോർട്ട് നോട്ട് എഴുതി പോകണം കേട്ടോ, എന്നാലേ ചിലതൊക്കെ നിങ്ങൾക്ക് മറന്നു പോവാതിരിക്കത്തുള്ളൂ. എല്ലാം ഒന്നിച്ചെടുത്ത് റീഡ് ചെയ്യുക നടക്കത്തില്ല. ഒപ്പം ഹൈഫൺ കൊടുത്തിട്ട് ST എന്ന് കൊടുക്കുക. സുസ്ഥിരമായ ഉപജീവനം ഹൈഫൺ സംരംഭക സംസ്കാരം. ആര് സ്റ്റാർട്ട് ചെയ്തു? വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ ഭാഗമായി എവിടെയാണ്? വെള്ളപ്പങ്കണ്ടി ട്രൈബൽ ഹാംലെറ്റിൽ അടിസ്ഥാന പോഷകാഹാര ശില്പശാല നടത്തി. ഇതിന്റെ ഭാഗമായിട്ട് എവിടെയാണ് ഇവരൊരു പോഷകാഹാര ശില്പശാല നടത്തിയത്? വെള്ളപ്പങ്കണ്ടി ട്രൈബൽ ഹാംലെറ്റിൽ. വെള്ളപ്പങ്കണ്ടി ട്രൈബൽ ഹാംലെറ്റില്. ഇനി കരിന്തണ്ടൻ ട്രൈബൽ ഹാംലെറ്റില് ആട്, പോഷകാഹാര കിറ്റ്, തദ്ദേശീയ കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയെ വിതരണം ചെയ്തു. ചെമ്പട്ടി ട്രൈബൽ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യുകയും 2023-24 കാലയളവിൽ ബുക്ക് ചലഞ്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊരു PYQ ആണ്. ആ ഒരു ടൈമിലെ കറണ്ട് അഫേഴ്സിനകത്ത് വന്നിട്ടുള്ളതാണ്. എവിടാണ് ഈ ഒരു ലൈബ്രറി ഇനാഗുറേറ്റ് ചെയ്തത്? ചെമ്പട്ടി ട്രൈബൽ ലൈബ്രറി. ചെമ്പട്ടി ട്രൈബൽ ലൈബ്രറി. ഇനി നമുക്കിവിടെ 3 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും ഓർത്തു വെച്ചിരിക്കേണ്ടത്. എവിടെയാണ് ആട്, പോഷകാഹാര കിറ്റ്, തദ്ദേശീയ കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവയെ വിതരണം ചെയ്തത്? ഏതിന്റെ ഭാഗമായിട്ടാണ്? ഒപ്പത്തിന്റെ ഭാഗമായിട്ടാണ്. എവിടെയാണ്? കരിന്തണ്ടൻ. ഇനി അടുത്തത് എവിടെയാണ് പോഷകാഹാര ശില്പശാല നടത്തിയത്? വെള്ളപ്പങ്കണ്ടി. ഇനി എവിടെയാണ് ബുക്ക് ചലഞ്ച് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്? ചെമ്പട്ടി. അപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോട്ട് എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ്? വെള്ളപ്പങ്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് എഴുതി വെക്കണം? പോഷകാഹാരം എന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇത് പഠിക്കുന്നതനുസരിച്ച് ഇതുകൊണ്ടാണ് PSC പ്രത്യേകിച്ച് കറണ്ട് അഫേഴ്സ് ഒന്നും ഇതിനകത്ത് ഇടാഞ്ഞത്. ഇത് മൊത്തമേ കറണ്ട് അഫേഴ്സ് ആണ്. മനസ്സിലായോ? പലരും ചോദിച്ചതിനകത്ത് സിലബസിനകത്ത് കറണ്ട് അഫേഴ്സ് ഇല്ലേ? ഈ കേരള ഡെവലപ്മെന്റിനകത്ത് ഫുള്ള് ഒരു വർഷത്തെ മൊത്തവും ബാക്കിലെ വർഷങ്ങളിലേത് മൊത്തവും കറണ്ട് അഫേഴ്സ് ആയിട്ടാണ് ഫുൾ ഡേറ്റാസ് വന്നിരിക്കുന്നത്.
ഇനി പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന്റെ ആവശ്യമൊന്നും ഇതിനകത്തില്ല. ഓക്കെ, ചെമ്പട്ടി എന്ത് എഴുതണം? ബുക്ക് ചലഞ്ച് എഴുതണം. പിന്നെ കരിന്തണ്ടന്റെ അവിടെ ആട് പോഷകാഹാര, അവിടെയും പോഷകാഹാര കിറ്റ് ആയത് കേട്ടോ. പോഷകാഹാരം കണ്ടിട്ട് ഇവിടോട്ട് ചാടരുത്. പോഷകാഹാര കിറ്റ് തദ്ദേശീയ കോഴിക്കുഞ്ഞുങ്ങൾ. ക്ലിയർ? അടുത്തതിലേക്ക് പോവാം. ഇത് മരുഭൂമിയിലെ മഴ പോലെ ഇച്ചിരി സിമ്പിൾ ആയിരുന്നു. ഇനി വീണ്ടും നമ്മൾ വരികയാണ് കേരളത്തിലെ സംരക്ഷിത ഏരിയ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? നമ്മുടെ ഇത് പ്രകാരം മലബാർ വന്യജീവി സങ്കേതത്തെ എത്രാമത്തെ കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ എത്രാമത്തേതെന്നാ പറയുന്നത്? 18 എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു കേരള ഗവൺമെന്റിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് സംരക്ഷിത ഏരിയ നെറ്റ്വർക്കുകളാണ് വന്യജീവി സങ്കേതങ്ങൾക്കകത്ത്. കേരളത്തിലേത് 17 എണ്ണമാ പറയുന്നത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് വന്യജീവി സങ്കേതങ്ങൾ 17, ദേശീയ പാർക്കുകൾ 5 പറയുന്നത്, ബയോസ്ഫിയർ റിസർവുകൾ 2, അഗസ്ത്യ മല, നീലഗിരി, അവിടെ സംശയമില്ല. കമ്മ്യൂണിറ്റി റിസർവും നമ്മൾക്ക് സംശയമില്ല. കടുവാ സംരക്ഷണ കേന്ദ്രത്തിനകത്ത് കൂട്ടിയേക്കുമായിരിക്കും ചിലപ്പോൾ അത്. പെരിയാർ, പറമ്പിക്കുളം എന്നിവ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇനി ആന സംരക്ഷണ കേന്ദ്രങ്ങൾ 4 പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ചോദ്യങ്ങളൊക്കെ വരുന്നത് നോക്കാം. പെരിയാർ, പറമ്പിക്കുളം, കടുവാ സംരക്ഷണം. ആന സംരക്ഷണ കേന്ദ്രം 4, വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. ഈ 4 ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. റംസാർ സൈറ്റുകൾ, റംസാർ സൈറ്റുകൾ എത്രണ്ണം വരുന്നുണ്ട്? 3 സൈറ്റുകളാണ് റംസാർ സൈറ്റുകൾ പറയുന്നത്. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്ട്, കോൾ തണ്ണീർത്തടങ്ങൾ. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്, കോൾ തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റുകൾക്കകത്ത് പറയുന്നത്. 3 പറയുന്നുണ്ട്. പക്ഷി പ്രദേശങ്ങൾ എന്ന് പറയുന്നു 33 പക്ഷി പ്രദേശങ്ങൾ. ദേശീയ തണ്ണീർത്തട സംരക്ഷണ പരിപാടിക്ക് കീഴിലുള്ള തണ്ണീർത്തടങ്ങൾ 5 വരുന്നുണ്ട്. അപ്പൊ റംസാർ സൈറ്റുകളിൽ ചോദിക്കുമ്പോൾ 3 തണ്ണീർത്തട സംരക്ഷണ കീഴിൽ ഉള്ള തണ്ണീർത്തടങ്ങൾ എത്രണ്ണമുണ്ട്? 5 ഉണ്ട്. ഔഷധ സസ്യ സംരക്ഷണ മേഖലകൾ 7 വരുന്നത്. കണ്ടോ, നല്ല ചോദ്യങ്ങളാണ് ഇതെല്ലാം. വന്യജീവി ഇതിപ്പോ 2025 കേരള ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ടാണ് ഇത് എന്ന് പറയുന്നത്. മനസ്സിലായോ? 2025 സബ്മിറ്റ് ചെയ്ത, ഈ ലാസ്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്ത, ലാസ്റ്റ് ഇയറിലേ നമ്മൾക്കത് കിട്ടത്തുള്ളൂ. ആ കഴിഞ്ഞ വർഷം എന്തൊക്കെ നടന്നിരിക്കുന്നു അത് വെച്ചിട്ടാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾ 17, ദേശീയ പാർക്കുകൾ 5, ബയോസ്ഫിയർ റിസർവുകൾ 2, അഗസ്ത്യമല, നീലഗിരി. കമ്മ്യൂണിറ്റി റിസർവുകൾ 1, കടുവാ സംരക്ഷണ കേന്ദ്രം 2, ആന സംരക്ഷണ കേന്ദ്രം 4, റംസാർ സൈറ്റുകൾ 3, പ്രധാനപ്പെട്ട പക്ഷി പ്രദേശങ്ങൾ 33. ദേശീയ തണ്ണീർത്തട സംരക്ഷണ പരിപാടിക്ക് കീഴിലുള്ള തണ്ണീർത്തടങ്ങൾ എത്രണ്ണം വരുന്നു? 5. ഔഷധ സസ്യ സംരക്ഷണ മേഖലകൾ 7. ഏതൊക്കെയാണ്? ആതിരപ്പള്ളി, ഇരവികുളം, വയനാട്, കുളമാവ്, പീച്ചി, സൈലന്റ് വാലി, ത്രിവേണി. 7. ഇനി തണ്ണീർത്തടം ഏതൊക്കെ വരുന്നുണ്ട്? 5 അഷ്ടമുടി, ശാസ്താംകോട്ട. ഇനി നമ്മൾ മേളിൽ പറഞ്ഞ റംസാർ സൈറ്റുകൾ കൂടാതെ 2 കൂടെ പറയുന്നുണ്ട്. കടലുണ്ടിയും വരുന്നുണ്ട്, കോട്ടുള്ളിയും വരുന്നുണ്ട്. ഒന്ന് പഠിച്ചു നോക്കിക്കേ. ഇത് സംരക്ഷിത പ്രദേശങ്ങളാണ്. കേരളത്തിലെ സംരക്ഷിത ഏരിയ നെറ്റ്വർക്കുകളില് എത്ര കടുവാ സംരക്ഷണം വരുന്നുണ്ട്? 2. ആന സംരക്ഷണം എത്രയുണ്ട്? 4. വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. റംസാർ സൈറ്റുകൾ 3. തണ്ണീർത്തട സംരക്ഷണ പദ്ധതികൾ എത്രണ്ണം ഉണ്ട്? 5. മറ്റേത് കൂടാതെ കോട്ടുളിയും കടലുണ്ടിയും. ഔഷധ സസ്യ സംരക്ഷണ മേഖലകൾ ഏത് വരുന്നുണ്ട്? 7. ഔഷധ സസ്യ സംരക്ഷണ മേഖലകൾ 7. ആതിരപ്പള്ളി, ഇരവികുളം, വയനാട്, കുളമാവ്, പീച്ചി, സൈലന്റ് വാലി,
ത്രിവേണി. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഓപ്ഷനകത്ത് തരുന്നത്. സോ നമ്മൾ കൺഫ്യൂസിങ് ആയി പോകും. ക്ലിയർ? ഇതൊക്കെ തന്നെ നമുക്ക് അല്ലാതെ എൻവയോൺമെന്റ് ക്ലൈമറ്റിനകത്തും അഡീഷണലി വേറത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ എടുത്തിരിക്കുന്ന മൊഡ്യൂൾസിനകത്ത് ബയോഡൈവേഴ്സിറ്റി ഒക്കെ വരത്തില്ലേ, അപ്പൊ അവിടെ ബയോസ്ഫിയർ റിസർച്ച് ഇൻ കേരള ഒക്കെ വേറത് വരുന്നുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇവിടെ എല്ലാം കണക്കുകളാണ്. സാമ്പത്തികമായിട്ട് ഈ മേഖലകളിൽ ജോഗ്രഫിക്കലി നമുക്ക് എന്തൊക്കെ സാമ്പത്തികം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കേരളത്തിലെ 2023-24 കാലഘട്ടത്തില് കേരളത്തിലെ വിനിയോഗ രീതി അനുസരിച്ച് ഇവിടെ വനം എത്ര പെർസെന്റേജ് ഉണ്ട്? ആ വാല്യൂസ് എഴുതി വെക്കണം. 27.83% ഉണ്ട്. എത്രയാണ് വനത്തിന്റെ കളറ്? 27.83%. കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ. കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമി, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, കുറച്ചു നേരം പഠിക്കുമ്പോ ഒന്ന് ശരിയാവും കേട്ടോ. ഈ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്കകത്ത് വരുന്നത്. 15.69. തരിശും കൃഷി ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള ഭൂമി എത്രയായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? 0.24 ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്നത് എത്ര ഉണ്ട്? 50.76. തരിശു ഭൂമി എത്ര പറയുന്നുണ്ട്? തരിശു ഭൂമി അത് പഠിച്ചു നോക്കണേ. 1.48. ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ വാല്യൂസ് ഒക്കെ ചോദിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. തരിശു ഭൂമി എത്രയാണ്? 1.48% ആണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾക്കുള്ള തരിശു ഭൂമി. 1.48 ആണ് കേരളത്തിലെ ഭൂവിനിയോഗ രീതി അനുസരിച്ച്. 1.48% തരിശു ഭൂമി വരുന്നത്. യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലം എത്ര വരുന്നുണ്ട്? 50.76. 50.76 സ്ഥലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. വനമായിട്ടുള്ളത് എത്ര ഉണ്ട്? 27. ഈ 3 വാല്യൂസ് അങ്ങ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഇത്രയും പഠിച്ചു വെക്കുക. ഇനി കാർഷികേതരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിലുണ്ടല്ലോ. അതെത്ര ഉണ്ട്? 15.69% ഉണ്ട്. 6.9%. അത്രയും പഠിക്കാമോ? നിലവിലുള്ള തരിശുഭൂമി, ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഡേറ്റാസ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നിലവിലുള്ള തരിശുഭൂമി എത്രയാണ്? 1.48. യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലം 50.76. വനം എത്ര പെർസെന്റേജ്? 27.83%. കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമി 15.69. അത്രയും പഠിച്ചു വെക്കുക. ഓക്കെ, എന്തൊക്കെയാ പഠിക്കുന്നത്? 27.83 എന്തുവാന്ന് പറഞ്ഞേ? വനം. ഇതെന്തുവാ? കൃഷി ചെയ്യുന്നത്. ഇനി കൃഷിക്കല്ലാതെ ഉപയോഗിക്കുന്ന ഭൂമിയാണ് ഇത്, കാർഷികേതരം. ഇനി 1.48 എന്തുവാ? തരിശ്. ആ 4 പോയിന്റ് ഒന്ന് പഠിച്ചാൽ മതി. 1.48 തരിശു ഭൂമി. 148 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 148 ആർട്ടിക്കിൾ CAGയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണോ? ഓക്കെ. ഇപ്പൊ യഥാർത്ഥത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലം 50.76 ആണ്. അപ്പൊ അത് പഠിക്കണം, ഈ വാല്യൂ. ഇപ്പൊ ഞാൻ ഇന്നത്തേനകത്ത് പറയാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഞാൻ വളരെ സ്ലോയിലാണ് പഠിപ്പിക്കുന്നത്. കാര്യം ഇത് ഭയങ്കര സ്പീഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇറങ്ങി ഓടാൻ തോന്നും. ആദ്യമായിട്ട് ഒന്നുകൂടെ പറയാം. ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ 4 എണ്ണമാണ്. ഹിമാലയം, പശ്ചിമഘട്ടം, ഇൻഡോ ബർമയുടെ വടക്ക് കിഴക്കൻ ഭാഗം, നിക്കോബാർ ദ്വീപുകൾ. കേരളം റിലേറ്റ് ചെയ്ത് പശ്ചിമഘട്ടം. ഇനി കാർഷികം വരുമ്പോൾ മലബാറും, അല്ലാതെ ഇന്ത്യയിൽ 22. ഈ 2 പോയിന്റും ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് ഒന്ന് പറഞ്ഞേ. ഇനി ആഗോള പ്രാധാന്യമുള്ള കാർഷികം ആണ് എങ്കിൽ 10ഉം, സമുദ്രനിരപ്പിന് താഴെ എന്താണ്? കൃഷിയുടേതാണ്.
അതൊന്ന്. അഗസ്ത്യമല കേരളത്തിലേത്? ടോട്ടൽ 10 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സർവേ അനുസരിച്ചിട്ട്. ഇനി പ്രാദേശിക കേന്ദ്രങ്ങൾ 3 മെഗാ സെന്ററുകൾ വരുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലുമാണ്. ഇന്ത്യയിൽ പറയുമ്പോൾ കിഴക്കൻ പടിഞ്ഞാറൻ ഹിമാലയവും പശ്ചിമഘട്ടവും മെഗാ സെന്ററുകളിൽ വരുമ്പോൾ അഗസ്ത്യമലയും സൈലന്റ് വാലിയും ആനമലയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? പിന്നെ സീരിയൽ സൈറ്റുകൾ 39 ഇന്ത്യയിലും 19 കേരളത്തിലുമാണ് വരുന്നത്. ഇനി റീബിൽഡ് കേരള പദ്ധതിയുടെ അണ്ടറിലാണ് അത്യാധുനിക ബ്രോയിലർ പ്രോസസിംഗ് പ്ലാന്റ് കൊല്ലത്ത് ആരംഭിച്ചത്. കോട്ടുക്കലിൽ ആണ് ആരംഭിച്ചത്. 1000 ബ്രോയിലറുകളെ സംസ്കരിക്കാനുള്ള കഴിവും ഉള്ള ഒരു മാനുഫാക്ചറിങ്, പെറ്റ് ഫുഡൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുമാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ഒപ്പം എന്ന് പറയുന്ന സ്കീം സ്കിൽസ് ST-കാർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ സംരംഭകത്വം സംസ്കാരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള അവർക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ലഭിക്കാനും വേണ്ടിയിട്ട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നടത്തുന്നതാണ് ഈ ഒരു ഒപ്പം പരിപാടി. അതിനനുസരിച്ച് കുറച്ച് ശില്പശാലകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പോഷകാഹാരം റിലേറ്റ് ചെയ്ത ശില്പശാല വെള്ളമ്പം കണ്ടിയിലും ആട് പോഷകാഹാര കിറ്റ്, തദ്ദേശീയ കോഴിക്കുഞ്ഞുങ്ങൾ തുടങ്ങിയവ കരിന്തണ്ടൻ ട്രൈബൽ ഹാംലെറ്റിലും ബുക്ക് ചലഞ്ച് ചെമ്പട്ടി ട്രൈബൽ ലൈബ്രറിയിലും ഒപ്പം റിലേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു. ഇനി വന്യജീവി സങ്കേതങ്ങൾ സാമ്പത്തിക സർവേ അനുസരിച്ചിട്ട് 17 എണ്ണമാണ് സംരക്ഷിത പ്രദേശങ്ങൾക്കകത്ത് വരുന്നത്. നോർമലി വന്യജീവി സങ്കേതങ്ങൾ കേരളത്തില് 18 എണ്ണം ആണ് വരുന്നത്. ദേശീയ പാർക്കുകൾ 5 എണ്ണം ആണ്. ബയോസ്ഫിയർ റിസർവ് 2, അഗസ്ത്യമല നീലഗിരി. കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് 1 എണ്ണം. കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറും പറമ്പിക്കുളവും. ആന സംരക്ഷണ കേന്ദ്രം 4, വയനാട് നിലമ്പൂർ ആനമുടി പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം. റംസാർ സൈറ്റുകൾ 3. തണ്ണീർത്തടം റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ 5. റംസാർ സൈറ്റിനോടൊപ്പം അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാടിനോടൊപ്പം കോട്ടുളി, കടലുണ്ടി ചേർക്കുമ്പോൾ തണ്ണീർത്തടം കിട്ടും. പക്ഷിപ്രദേശങ്ങൾ 33. ഔഷധ സസ്യ സംരക്ഷണ മേഖലകള് 7 ആണ് കിട്ടുന്നത്. ആതിരപ്പള്ളി, ഇരവികുളം, വയനാട്, കുളമാവ്, പീച്ചി, സൈലന്റ് വാലി, ത്രിവേണി എന്നിവയാണ് ഔഷധ സസ്യ സംരക്ഷണ മേഖലകൾ എന്ന് പറയുന്നത്. ഇനി വനം, അതായത് ഭൂവിനിയോഗം എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് ഈ ഒരു സിലബസിനകത്ത് കേരള മോഡൽ ഡെവലപ്മെന്റിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾക്ക് പഠിക്കേണ്ടതാണ്. വനം എത്രയാണ് വരുന്നത്? 27.83% വരുന്നുണ്ട്. നെക്സ്റ്റ് 50.76 ആണ് ഏത് റിലേറ്റ് ചെയ്ത് പറയുന്നത്? കൃഷി ചെയ്യുന്ന സ്ഥലം. 1.48% റിലേറ്റ് ചെയ്ത് തരിശു ഭൂമിയാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് ദെൻ കാർഷികേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമി എത്ര വരുന്നുണ്ടോ? 15.69% വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതിയോ? ഡിസാസ്റ്ററോടെ എടുക്കണോ? ഡിസാസ്റ്ററിന്റെ സ്കീമോടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ ഡിസാസ്റ്റർ ആകുമോ? അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.